വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള വായന ഭാഗം സങ്കീർത്തനങ്ങൾ 34 മുതൽ 36 വരെ. ഇന്നത്തെ കുറിവാക്യം 2 ദിനവൃത്താന്തം 13 അധ്യായം 17 വാക്യം. അബീയാവും അവൻ്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. രഹബയാമിൻ്റെ പുത്രനും പിൻഗാമിയുമായിരുന്നു അബീയാവ്. യഹോവ പിതാവ് എന്നതാണ് അബീയാവ് എന്ന പേരിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ മറ്റു പലർക്കും ഈ പേര് ഉള്ളതായി കാണപ്പെടുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും അബീയാവിൻ്റെ മാതാവിനെ വ്യത്യസ്ത പേരുകളിലാണ്, അതായത് മീഖായ എന്നും നയമ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, അബീയാവിൻ്റെ മാതാവ് ഗിബയക്കാരനായ ഊരിയേലിൻ്റെ മകളെന്നും അമ്മോന്യ സ്ത്രീയായിരുന്നു എന്നും ഈ വേദഭാഗങ്ങളിൽ കാണുന്നു. യഹൂദയിലെ രാജാവായിരുന്നു അബീയാവ്. 3 സംവത്സരക്കാലം രാജ്യഭരണം നിർവഹിച്ച വ്യക്തിയായിരുന്നു അബീയാവ്. ഈ പ്രഭാതത്തിൽ അബീയാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച അബീയാവ്. ഇസ്രായേൽ രാജാവായ യൊരോബെയാമും യഹൂദ രാജാവായ അബീയാവും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. യുദ്ധത്തിനായി അബീയാവ് 4 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. എന്നാൽ ഗോത്രബലവും അംഗസംഖ്യ കൂടുതലും ഉള്ള യൊരോബെയാം അബീയാവിൻ്റെ സൈന്യത്തിനു നേരെ 8 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബീയാവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യൊരോബെയാമിനോടും എല്ലാ ഇസ്രായേല്യരോടും ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവൻ്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്കും നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടത് അല്ലയോ എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഞങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള ആ ഒരു വലിയ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുന്ന അബീയാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ബലവാനായി തീർന്ന അബീയാവ്. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുവാനും സേവിക്കുവാനും അബീയാവ് തൻ്റെ ജീവിതയാത്രയിൽ മറന്നില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നവരാകുന്നു എന്ന് യൊരോബെയാമിനോടും സംഘത്തോടും വിളിച്ചു പറയുവാൻ അബീയാവിന് സാധിച്ചു. യുദ്ധത്തിൽ യൊരോബെയാമിൻ്റെ സൈന്യം തങ്ങളുടെ മുമ്പും പിമ്പും വളഞ്ഞിരിക്കുന്നു എന്ന് കണ്ട അബീയാവ് യഹോവയോട് അവിടെ നിലവിളിക്കുന്നുണ്ട്. അവർ യഹോവയോട് നിലവിളിച്ചുകൊണ്ട് പുരോഹിതന്മാർ അവിടെ കാഹളമോതുന്നു. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിക്കുന്നു. എന്നാൽ അന്നേരം ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബീയാവോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. തുടർന്ന് യൊരോബെയാമും ഇസ്രായേല്യർ സംഘം മുഴുവനും യഹൂദ്യരായ അബീയാവിൻ്റെയും സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി പോകുന്ന ഒരു കാഴ്ചയും നമുക്കവിടെ കാണാം. എന്നാൽ ദൈവം അവരെ, അതായത് യൊരോബെയാമിനെയും കൂട്ടരെയും അബീയാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അബീയാവും അവൻ്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു എന്ന് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് വിജയം പ്രാപിക്കുവാൻ സാധിച്ചു. അങ്ങനെ അബീയാവ് ബലവാനായിട്ട് തീർന്നു. അബീയാവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും, അതായത് സന്തോഷമോ സുഖമോ ദുഃഖമോ എന്തു തന്നെ ആയാലും ദൈവത്തെ നമ്മോട് ചേർത്ത് നിർത്തുക എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സുഖദുഃഖ സമ്മിശ്രമായ ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.